വയനാട്ടിലെ ഈ മണ്ണിലാണ് ഞാൻ വളർന്നത്. ഇവിടെ നീതി എല്ലാവർക്കും ഒരുപോലെയല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നിരാലംബരുമായ ഒരുപാട് അനേകം മനുഷ്യരിവിടെയുണ്ട്. ആ മനുഷ്യർക്കൊക്കെ നീതിക്ക് വേണ്ടി അവരുടെ കൂടെ പോരാട്ടങ്ങൾക്കൊപ്പം നിന്നയാളാണ് ഞാൻ. ആ പോരാട്ടങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. നമ്പിനാൽ നാളെ ഉണ്ട്, കൈത്താങ്ക ജീവനുണ്ട്, എங்கே போனாலும் പൊൻവാനം കണ്ണോട്, എല്ലൈ ഇങ്ങില്ലേ വാ കാലം നമ്മോട്. കരയൊന്നും വേണ്ട, പ്രാർത്ഥിക്കണം. പോയാലും ഞാൻ ഉണ്ടാകും. നീ എപ്പോ വേണമെങ്കിലും വിളിച്ചാട്ടോ. ഞാൻ അങ്ങോട്ട് പോയി എന്നൊന്നും വിചാരിക്കരുത്. ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞ വാക്ക്, അപ്പുറത്തുപ്പുറത്ത് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. 2010 പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് മെമ്പറായി ഇവിടെ ജയന്തി വന്ന സമയത്ത് നമുക്കൊരു ഭൂമി പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ കോട്ടക്കൊല്ലി കലോടിക്കുന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസും കാര്യങ്ങളൊക്കെ വന്ന് അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം നമ്മൾ പിന്നെ സ്ഥല ഉടമകൾക്ക് അനുകൂലമായിട്ട് വളരെയധികം കഷ്ടപ്പെടുകയും അറസ്റ്റ് വരികയും ഒക്കെ ചെയ്ത നല്ല കഴിവുള്ള ഒരു മെമ്പറാണ് ജയന്തി മെമ്പർ. അപ്പം ഞങ്ങൾ എൻ്റെ ഈ വാർഡിൽ ഞാൻ മെമ്പറായിരിക്കുമ്പോൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പുള്ളിക്കാരത്തി മെമ്പറാണ്, അടുത്ത വാർഡിലെ മെമ്പറായിരുന്നു. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും അവിടുന്ന് അവർ മാത്രമല്ല അവരെ പറ്റുന്ന ആളുകളെ കൂട്ടി ഞങ്ങളെ ഒന്ന് സഹായിക്കലുണ്ടായിരുന്നു. എൻ്റെ ചേച്ചി വളർന്നു മുന്നോട്ട് ഒരുപാട് വന്നതിന് ശേഷം ഇവിടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ലൊരു മാർഗദീപമായിട്ട് തന്നെ ജയന്തി ചേച്ചി മുന്നോട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ അനുകൂലമായ സാഹചര്യങ്ങളല്ല ആദ്യമെല്ലാം അമ്മയുടെ ചുറ്റുപാടും ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും സമരമുഖങ്ങളിലൂടെ പ്രവർത്തിച്ചും അമ്മ ജനങ്ങളിൽ ഒരാളായി മാറുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഞങ്ങൾക്കൊരിക്കലും കുടുംബത്തിൽ അമ്മ എന്നൊരു പില്ലറിൻ്റെ കുറവ് തോന്നിയിട്ടില്ല. അമ്മ എപ്പോഴും പ്രവർത്തനങ്ങളിലും ജനങ്ങളുടെ ഇടയിലാണെങ്കിലും കുടുംബത്തിലൊരു ബാലൻസ് അമ്മയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നു. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള ഉത്തരവാദിത്വവുമായിട്ടാണ് കൂത്തുപറമ്പിൻ്റെ മണ്ണിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ആരെങ്കിലും ഒരാൾ തളർന്നു വീണാൽ അവർക്ക് കരുതലായി താങ്ങായി എൻ്റെ കൈകളുണ്ടാവും. ഈ കൂത്തുപറമ്പിലെ എല്ലാ മനുഷ്യർക്കുമൊപ്പം നിങ്ങളുടെ പ്രതീക്ഷകളെ നിറവേറ്റാൻ കഴിയുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്കെന്നും ഒപ്പം ഞാനുണ്ടാവും.